ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ക്യാരറ്റ് ലഡു ആയിട്ടാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ഇതിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കളറോ ഫ്ലേവറോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ള ഒരു ലഡു ആണ്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കുറച്ച് ഗ്രേറ്റഡ് ക്യാരറ്റാണ്. അതായത് ക്യാരറ്റ് ഞാൻ ഇതുപോലെ ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് നമ്മൾ ഇതുപോലെ ലഡു ഉണ്ടാക്കുമ്പോൾ ഗ്രേറ്റ് ചെയ്ത് തന്നെ ചേർക്കുക. ഇത് ഞാൻ 2 കപ്പോളം ഗ്രേറ്റഡ് ക്യാരറ്റ് ഉണ്ട്. അതായത് 250 ml ആണ് 1 കപ്പ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. നമ്മളിവിടെ ഒരു 1/2 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ചേർത്തിട്ട് തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് കുറച്ച് കൂട്ടോ കുറച്ചോ പഞ്ചസാര എടുക്കാം. ഈ പഞ്ചസാരയുടെ പകരമായിട്ട് വേണമെങ്കിൽ നമുക്ക് ശർക്കര ഉരുക്കി വേണേലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് നമുക്ക് ചിരകിയ തേങ്ങ വേണം. ഞാൻ ഇവിടെ 1/2 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലേക്ക് പാല് വേണം. ഞാനിവിടെ ഒരു 1/2 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. പാലിവിടെ ഓപ്ഷണലാണ്. അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ അത് നിർബന്ധമില്ല പാല് ചേർക്കണമെന്ന്, ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അത്രയേ ഉള്ളൂ. കുറച്ച് ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ട് ഏലക്ക വേണം. ഞാൻ ഇവിടെ ഒരു 3-4 ഏലക്ക എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നന്നായിട്ട് ചതച്ചോ അല്ലെങ്കിൽ പൊടിച്ചോ നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം നമുക്ക് നെയ്യ് ആവശ്യമുണ്ട്. അതും നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ നെയ്യായാലും മതി. അതേപോലെ തന്നെ ഇവിടെ ഞാൻ കുറച്ച് കശുവണ്ടി ഇതേപോലെ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പം ലഡു ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് നന്നായിട്ട് ഉരുകി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ 2 കപ്പ് ക്യാരറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ നെയ്യിലിട്ടിട്ട് നമുക്ക് ഈ ക്യാരറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ മാറി നന്നായിട്ട് കുക്കായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. കാരണം നമ്മൾ മുമ്പ് വേവിച്ചിട്ടൊന്നും ഇല്ല. ഈ ഒരു നെയ്യിലിട്ടിട്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ ക്യാരറ്റ് നമ്മൾ നന്നായിട്ട് ഈ നെയ്യിലിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്താ ചേർക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാല് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ 1/2 കപ്പോളം പാല് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പാലിൽ കിടന്ന് ക്യാരറ്റ് വേവുമ്പോൾ അതിനേക്കാളും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഈ പാലൊക്കെ നന്നായിട്ട് വറ്റി നമ്മുടെ ക്യാരറ്റിൽ മുഴുവനായിട്ട് പിടിക്കണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പാലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ക്യാരറ്റുമ്പോൾ പിടിച്ചു. നമ്മുടെ നേരത്തെ ചേർത്തിട്ടുള്ള നെയ്യൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് നമ്മുടെ 1/2 കപ്പ് തേങ്ങ ചിരകിയതും അതേപോലെ തന്നെ ഏലക്ക പൊടിച്ചതും പഞ്ചസാരയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി പഞ്ചസാരയൊക്കെ ഉരുകി ഈ തേങ്ങയും ക്യാരറ്റൊക്കെ ആയിട്ട് ചേർന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. അതുവരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതേപോലെ തന്നെ ഏലക്കയുടെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് മധുരം നോക്കുക. ആവശ്യത്തിന് മധുരം ഇല്ല എന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ എല്ലാം കുറേശ്ശെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ ലഡുവിൻ്റെ ഒക്കെ ഒരു പാകം ആവാറായിട്ടുണ്ട്. അതായത് എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. അതായത് നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ള നെയ്യൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്ക് കുറച്ച് കശുവണ്ടി നുറുക്കിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും നമ്മുടെ ഈ ലഡുവിന്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് 1 മിനിറ്റും കൂടെ നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇപ്പോൾ എല്ലാം നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു ഉണ്ട ഉരുട്ടണ ഒരു പരുവം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കാം. അതായത് ഞാനിപ്പോൾ ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ചൂടുള്ളൂ. ഈ ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് കുറേശ്ശെ എടുത്തിട്ട് പതുക്കെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ചെറു ചൂടോടുകൂടെ തന്നെ, അതായത് നമുക്ക് താങ്ങാവുന്ന ഒരു ചൂടോടുകൂടി തന്നെ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. തണുത്താലും കുഴപ്പമൊന്നുമില്ല, എപ്പോഴായാലും ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ. ആ ലഡുവിൻ്റെ ഷേപ്പിൽ തന്നെ നല്ല ബോൾ പോലെ നമുക്ക് അങ്ങോട്ട് ഉരുട്ടിയെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഒരു ക്യാരറ്റ് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയൊക്കെ ഉരുട്ടിയെടുക്കാം. എനിക്ക് ഈ ഒരു അളവ് കൊണ്ട് എനിക്കൊരു 8 ലഡുവാണ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതൽ ലഡു ഉണ്ടാക്കണമെങ്കിൽ അതനുസരിച്ച് അളവ് കൂട്ടി കൊടുത്താൽ മതി. ഇതിലുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും ഒരു ഇത്ര വേണം എന്ന് നിർബന്ധമില്ല. അത് നമ്മുടെ ഇഷ്ടാനുസരണം തന്നെ നമുക്ക് മധുരവും തേങ്ങയും പാലൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം തന്നെ ചേർത്ത് കൊടുത്താൽ മതി. അല്ലാണ്ട് ഇന്ന അളവിൽ തന്നെ ചേർക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഇഷ്ടമാവും കുട്ടികൾക്കൊക്കെ. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടമാവും. അപ്പോൾ പഞ്ചസാര ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ശർക്കര പാനിയിലിട്ടിട്ട് ഇത് ഉണ്ടാക്കിയെടുത്താലും മതി. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്